ശ്രീ ഷാജി കോടങ്ങണ്ടത്ത്, അനുഭവിക്കുക എന്ന് പറയുന്നത് വിധിയാണ് എന്ന് കരുതിയ മനുഷ്യർക്ക് മുന്നിലാണ് വളരെ ജനകീയമായ ഒരു ഇടപെടൽ കോടതി നടത്തിയിരിക്കുന്നത് എന്നതു തന്നെ പറയേണ്ടതുണ്ട്. പക്ഷേ പൂർത്തിയാകുന്നില്ല. ആ ഇടപെടൽ കൊണ്ടും ദുരിതം എന്ന് തെളിയിക്കുകയാണ് കഴിഞ്ഞ കുറെ മണിക്കൂറുകൾ. എന്തു ചെയ്യാൻ കഴിയും നമുക്ക്? അല്ല, ഇതില് കേരള ഹൈക്കോടതി ഇവർക്ക് 2 മാസക്കാലം സമയം കൊടുത്തു. പല തവണ ഹൈക്കോടതി വാണിംഗ് കൊടുത്തു. ഇത് എത്രയും പെട്ടെന്ന് ഇതൊരു തീരുമാനം ഉണ്ടാക്കണം, ഗതാഗത യോഗ്യമാക്കെന്ന് പറഞ്ഞു. തൃശൂർ ജില്ലാ കളക്ടർ നിരവധി മീറ്റിംഗ് വിളിച്ചു. അദ്ദേഹം 1 ദിവസം ടോൾ അടച്ചിടാൻ പറഞ്ഞു. എന്നിട്ട് അവസാനം ഗതി കെട്ടിട്ടാണ് കോടതി പറഞ്ഞത് 4 ആഴ്ചക്ക് അടച്ചിടണം എന്ന് പറഞ്ഞത്. അത് അടച്ചിടുമ്പോ കോടതി പറഞ്ഞു, നിങ്ങൾ 4 ആഴ്ചക്കുള്ളിൽ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണം, ഗതാഗത കുരുക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഇവർ അതിനുള്ള കാര്യമല്ല ചെയ്തത്. അതിന് പകരം ഇവർ ചെയ്തത് എന്താ? ആ സിഗ്നലുകള് കുഞ്ഞനമ്പാറ അടക്കമുള്ള അപകട മേഖലയിലെ സിഗ്നലുകൾ ഓഫ് ചെയ്തു, ആംബുലൻസ് സർവീസ് നിർത്തി, അതുപോലെ തന്നെ കേടായ വണ്ടികൾ കൊണ്ടുപോകാനുള്ള സംവിധാനം നിർത്തി. അവർ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് കാണിക്കുന്നത്. ഞാൻ എന്റെ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇതിനേക്കാളും മോശമായി ഭാരതത്തിൽ ഉണ്ടായിരുന്ന ഒരു കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അതിനേക്കാളും മോശമായിട്ടാണ് ഈ കമ്പനി, ഈ ടോൾ പിരിവ് കമ്പനിയും ദേശീയപാത അതോറിറ്റി മനുഷ്യനോട് ചെയ്യുന്നത്. ഇത് മനുഷ്യനോട് ചെയ്ത ക്രൂരത നിസ്സാരമല്ല. 4 വെഹിക്കുലർ അണ്ടർ പാസേജുകളുടെ പണി തുടങ്ങുമ്പോൾ ഒരു മുന്നൊരുക്കം ചെയ്തിട്ടില്ല. ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകൾ പണി തുടങ്ങുമ്പോൾ ആൾക്കാർക്ക് അറിയാം ടണ്ണേജുകൾ കണക്കിനുള്ള വണ്ടികൾ സർവീസ് റോഡിലൂടെ പോകുന്നു എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അങ്ങനെ സർവീസ് റോഡ് മെക്കാറും ചെയ്തിട്ടില്ല. അത് ബിറ്റുമിൻ കോൺക്രീറ്റ് ചെയ്യാത്ത സർവീസ് റോഡിലൂടെ ഈ ടണ്ണേജ് കൂടുതലുള്ള വണ്ടികൾ പോകുമ്പോൾ അത് പൊളിയുമെന്നും ഈ മഴക്കാലത്തെ അതിജീവിക്കാൻ കഴിയില്ലെന്നും ദേശീയപാത അതോറിറ്റിക്ക് അറിയാം, കരാർ കമ്പനിക്കാർക്ക് അറിയാം. എന്നിട്ട് പോലും ഈ വെഹിക്കുലർ അണ്ടർ പാസേജുകൾ ഒറ്റ ടൈം എല്ലാം കൂടി പൊളിച്ചിട്ടിട്ട് ഈ സർവീസ് റോഡുകളിലൂടെ വണ്ടി കടത്തി വിട്ടപ്പോൾ അത് ദുരിതമായി. ആ സർവീസ് റോഡ് മുഴുവൻ കുണ്ടും കുഴിയുമായി. ഒരു സർവീസ് ഈ മറ്റേ പാലിയക്കര മുതൽ ചാലക്കുടിയിലെ വരെയുള്ള ദൂരം 27 കിലോമീറ്റർ, ചെറങ്ങര വരെയുള്ള ദൂരം, അതിൽ 20 കിലോമീറ്ററും ബ്ലോക്കാണ്. ഒരു അണ്ടർ പാസേജിന്റെ അവിടെ 5 കിലോമീറ്റർ ദൂരം ബ്ലോക്കാണ്. ഇന്നും 5 മണിക്കൂറാണ് ഇന്ന് ബ്ലോക്ക് വന്നത്. ഇന്ന് ജനങ്ങളോട് സുപ്രീം കോടതി അടക്കം ഇവരോട് പറഞ്ഞു, ജഡ്ജിമാർ അവരുടെ വ്യക്തിപരമായ ഇത് പറഞ്ഞു. എസ്കോർട്ടും പൈലറ്റും ഉണ്ടായിട്ട് ചീഫ് ജസ്റ്റിസിന് ഗതാഗത കുരുക്കിൽ പെടേണ്ടി വന്ന കഥ അദ്ദേഹം പറഞ്ഞു. സുപ്രീം കോടതി ചോദിച്ചു ഇവരോട്, നിങ്ങൾ എന്തിനാണ് അപ്പീലും പോയി വന്നത്? നിങ്ങൾ ഈ റോഡല്ലേ നന്നാക്കണ്ടേ? അപ്പീൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടെ എന്ന് രാജ്യത്തെ പരമോന്നത കോടതി പോലും ചോദിച്ചിട്ട് അതിനും ന്യായം പറയാൻ ആ സമയത്ത് സോളിസിറ്റർ ജനറൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു. വളരെയധികം നന്ദി ശ്രീ ഷാജി കോടങ്ങണ്ടത്ത്. ഈ പരാതിയും അത് സംബന്ധിച്ച് അതിന് പിന്നാലെയുള്ള വിവരങ്ങളും ഞങ്ങളോട് പങ്കുവച്ചതിന്.